بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا ونبينا وشفيعنا محمد صلى الله عليه وعلى آله وصحبه والذين اتبعوهم بإحسان علينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وأحبابنا وذوينا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി ബാബു അസ്ബാബിൽ ഹദസ്. അപ്പോൾ കിതാബു തഹാറത്ത് തുടങ്ങിയിട്ട് ഹദസ് അതുപോലെ നജസ് ശുദ്ധിയാക്കാൻ മുത്തലക്കായ വെള്ളം വേണം, അത് ഷർത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹദസ് എന്താന്ന് പറയണ്ടേ? അതാ പറയുന്നത് ബാബു അസ്ബാബിൽ ഹദസ്. അൽ ഹദസ് എന്ന് പറയുമ്പോൾ ഹദസ് അക്ബറും അസ്ഗറും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഏതാണ്? അൽ മുറാദ് ഇൻദൽ ഇത്ലാഖ് ഗാലിബൻ. ഗാലിബിൽ ഇത്ലാഖിൻ്റെ അവസരത്തിൽ മുറാദായ ഹദസ് വഹുവൽ അസ്ഗറു, അത് ചെറുതാണ്. അതായത് ഉളു നിർബന്ധാക്കുന്ന ഹദസാണത്, കുളി നിർബന്ധാക്കുന്നതല്ല എന്നർത്ഥം. അപ്പോൾ അതാണ് അസ്ഗർ എന്ന് പറഞ്ഞത്. അപ്പോൾ അസ്ബാബുൽ ഹദസി എന്ന് പറഞ്ഞാൽ അലിഫിലാം എന്താണ്? അത് താരീഫിൻ്റെ അലിഫിലാമാണ്. എന്താണ്? ദിഹിനിയായ ആയതിൻ്റെ അലിഫിലാമാണെന്നായി. പിന്നെ അത് മറലഹു മാനയാൻ, ഈ ഹദസിന് രണ്ട് മാന മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് മാന എന്ന് പറഞ്ഞത് ഒന്ന് അമ്രുൻ എഴുത്തിബാരിയുൻ, എന്താണ്? യംനഉ നഹ്വ സിഹത്തി സ്വലാത്തി എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത് പറഞ്ഞ എന്താണ്? ആ മൻ നമസ്കാരം പോലെ തന്നെ വിലങ്ങൽ, ഈ അമ്രുൻ എഴുത്തിബാരിനെ തൊട്ട് വരുന്നത്. അതാണ് രണ്ട് മാന കഴിഞ്ഞെന്ന് പറഞ്ഞത്. അവിടെ തന്നെ എന്താണ് സൂചിപ്പിച്ചിരുന്നു, ഇനി വേറൊരു മാന ഉണ്ട് എന്നത്. അവ യുത്തുലക്കു ആയിലൻ അലൽ അസ്ബാബിൽ ആത്തിയെത്തി. ഈ ഹദസ് എന്ന് പറഞ്ഞതിന് മൂന്നാമത്തെ ഒരു മാന ഉണ്ട്. അതായത് പിന്നെ ശേഷം വരുന്ന കാരണങ്ങളുടെ മേലിൽ ഈ ഹദസ് എന്ന് പറയും എന്ന്. അപ്പം അങ്ങനെ ഇപ്പോൾ അൽ ഹദസ് എന്ന് പറഞ്ഞാൽ അഹദിൻ്റെ ദിഹിനിയായ അഹദിൻ്റെ അലിഫിലാമാക്കി, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന അനുസരിച്ച് ദിക്രിയായ അഹദിനും ആക്കാം, അല്ലേ? രണ്ടും കൂടി കൂടാ. അതായത് അസ്ബാബിൽ ഹദസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹദസിൻ്റെ സബബുകൾ എന്നല്ല, രണ്ട് മാന പറഞ്ഞു കഴിഞ്ഞല്ല. അങ്ങനെ മൂന്ന് മാന ഉണ്ട്. എന്നിട്ട് ഫൈൻ ഉരീദ അഹദുൽ അവ്വലൈനി, ആദ്യം പറഞ്ഞതിൽ ആ രണ്ട് മാനയിൽ ഒന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫല്ലി ഇലാഫത്തു ബിമാനല്ലാമി. അസ്ബാബുൽ ഹദസി എന്ന് പറഞ്ഞ ആ ഇലാഫത്ത് ലാമിൻ്റെ മാനക്ക് ആ മുമ്പ് പറഞ്ഞ ഹദസിൻ്റെ സബബുകൾ, അതിൻ്റെ കാരണങ്ങൾ. അവിസാലിസു, അല്ല മൂന്നാമത്തെ മാന ഉദ്ദേശിച്ചാലോ ഉരീദ അഹദുൽ അവ്വലൈനി, അഹദിൻ്റെ മേലത്ത് സാലിസ് മൂന്നാമത്തെ മാന എന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന കാരണങ്ങൾ. അതായത് ഖുറൂജു ഷൈഇൻ മിൻ അഹദിസ് സബീലൈനി പോലത്തെ കാരണങ്ങളുണ്ടല്ലോ. അതാണെങ്കിൽ ഫഹിയ ബയാനിയത്തുൻ, അപ്പോൾ ആ ഇലാഫത്ത് ബയാനിയത്താണ്. അപ്പോൾ ബാബു അസ്ബാബിൽ ഹദസ് എന്ന് പറഞ്ഞാൽ ബാബു അസ്ബാബിൻ, ബാബു ബയാനി അസ്ബാബിൻ ഹിയൽ ഹദസൂന്നാവും. അങ്ങനല്ലേ? ആ സബബുകൾ അത് ഹദസാണ്. അങ്ങനെ ഇനി അപ്പം ഇവിടെ അസ്ബാബ് എന്ന് ഇബാറത്തിടാൻ കാരണം എന്താ? അതായത് ഫുഖഹാന് രണ്ട് മൂന്ന് ഇബാറത്തുണ്ട് ഇവിടെ. അസ്ബാബുൽ ഹദസ് എന്ന് പറയും, നവാഖിലുൽ ഉളു എന്ന് പറയും, എന്ന പോലെ മൂജിബാത്തുൽ ഉളു എന്നും പറയും. ഇതെല്ലാം സംഗതി ഒന്നാ. മൂജിബാത്തുൽ ഉളു എന്ന് പറയും, എന്ന പോലെ നവാഖിലുൽ ഉളു എന്ന് പറയും. അസ്ബാബ് ആകുമ്പോൾ അസ്ബാബുൽ ഹദസാണ്. അപ്പം അതിവിടെ അങ്ങനെ ഇബാറത്തിടാൻ കാരണം അബ്ബറ മുസന്നിഫ് ഇബാറത്തിട്ടു ബിൽ അസ്ബാബി അതിൽ യസ്ലമ, അത് രക്ഷപ്പെടാനാ. മറ്റേ രണ്ട് ഇബാറത്ത് പറഞ്ഞാലും രണ്ട് എഴുത്തറാൾ വരും, അത് ഇവിടെ വരൂല. അപ്പം എന്താക്കി? ആ അസ്ബാബ് എന്ന് ഇബാറത്തിട്ടതാണ്.
മുസന്നിഫിന് രക്ഷപ്പെടാൻ, അമ്മ ഒരു എഴുത്തിറാളിനെ തൊട്ട് രക്ഷപ്പെടാൻ, ഊരിത ആ ഒരു എഴുത്തിറാള് എന്താണ് വാരിതാക്കപ്പെട്ടിട്ടുണ്ട്, എഴുത്തിറാള് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല തഅബീരി ബിൻ നവാഖിൽ മിൻ ഇഖ്തിലാഇഹി, ആ തഅബീർ തേടും. ഏത് നവാഖിൽ എന്ന് പറഞ്ഞ തഅബീർ തേടുന്നുണ്ടല്ലോ. അന്നഹ തുബ്തിലു തുഹ്റൽ മാലിയ, അത് കഴിഞ്ഞ തുഹറിനെ ബാത്തിലാക്കും എന്ന് തേടുന്നുണ്ട്. വലൈസ കദാലിക, അതങ്ങനെയല്ല. ഇന്നമാ യന്തഹി, ആ കഴിഞ്ഞ തുഹർ ബാത്തിലാകുന്നില്ല, പിന്നെ അത് അവസാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബിഹാ, എന്തുകൊണ്ട്? ഈ നവാക്കിലുകളെ കൊണ്ട് അല്ലെങ്കിൽ ഈ അസ്ബാബുകളെ കൊണ്ട് ആ തുഹർ അവസാനിക്കുക ചെയ്യുന്നത്. അതിനു മുമ്പുള്ളത് പൊളിഞ്ഞു പോകുന്നില്ല, ബാത്തിലാകുന്നില്ല. എന്താണ് പറഞ്ഞത്? അതായത് ഒരാൾ എന്ത് ചെയ്തു, നിസ്കാരത്തിലെ അത്തഹിയാത്തിൽ ഇയാളെ ഒളു മുറിഞ്ഞു, അപ്പോൾ നിസ്കാരം ബാത്തിലായി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ തക്ബീറത്തിൽ ഇഹ്റാം മുതൽ ഇതുവരെ ചെയ്തത് മൊത്തം പൊളിഞ്ഞില്ല, ഇനി ആദ്യം പോലെ നിസ്കരിക്കണ്ടേ? അപ്പൊ അതുപോലെ ഈ ബുത്തലാന്, ഈ നക്കല് നമ്മൾ ഒളുവിൽ കൂട്ടിയാൽ ഇവൻ ഒളു എടുത്ത് എന്നിട്ട് ലോറ് സ്കരിച്ച് എന്നിട്ട് സുന്നത്തൊക്കെ സ്കരിച്ച്, ഇത് കഴിഞ്ഞിട്ട് ഇവന്റെ ഒളു മുറിഞ്ഞാൽ ആ ബുത്തലാന് കൊണ്ടാണെങ്കിൽ ആ ഒളു ആദ്യം എടുത്തിട്ട് എന്തെല്ലാം ചെയ്തോ അത് മുതൽ ഇതുവരെ ഉള്ളത് മുഴുവൻ എന്താണ്? പൊളിഞ്ഞു എന്നല്ലേ? ആ ഒളു മിന്നവലിഹീം എന്താണ്? ബാത്തിലായി എന്നല്ലേ? ഈ നിസ്കാരം മിന്നവലിഹീന്ന് ബാത്തിലായി എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ലോറ് നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കണം, പിന്നെ പിന്നെ നിസ്കരിക്കാൻ കൂടൂല. കാരണം എന്താ? എങ്ങനെയായാലും ഒന്നും അറിയുമല്ലോ, ഉറങ്ങിയിട്ടോ അല്ലാതെ. അപ്പൊ എന്താവും? പിന്നെ ഒരു പണിയും നടക്കൂല. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആദ്യം മുതൽ ചെയ്ത മുഴുവൻ മടക്കേണ്ടി വരും. അപ്പൊ അവിടെ ബുത്തലാനില്ല, പിന്നെ അതോടുകൂടെ അവസാനിക്കുന്നതേ ഉള്ളൂ. അത് അതിന്റെ നിഹായത്താണ്. അപ്പോ നവാക്കിൽ നിന്ന് ഇബാറത്തിട്ട് അങ്ങനെ വരും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനെന്നാ അല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ മുസന്നിഫ് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ്? ഫഖറജൽ മുഅ്താദു നഖലാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒളു മുറിഞ്ഞെന്നല്ലേ? അവിടെ നഖൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ബത്തലാന്ന് ഈ അർത്ഥം തേടുവോ? അത് തേടൂല. വലാ യളുറു തഅബീറഹു ബിൻ നഖലി, വലാ യളുറു തഅബീറുഹു, മുസന്നിഫിന്റെ തഅബീർ ലാറല്ല. അപ്പൊ അവിടെ ഈ ലറല്ല എന്ന് പറഞ്ഞാൽ ഈ ഈറാദ് കൊണ്ട് ആ ഇബാറത്തിന് ലറില്ല എന്നർത്ഥം. ബിൻ നഖലി, നഖല് കൊണ്ടുള്ള ഇബാറത്ത്. എവിടെ? ഫീ ഖൗലിഹി ഫഖറജൽ മുഅ്താദു നഖലാന്ന് ശേഷം മത്തിനിൽ വരുന്നുണ്ട് അവിടെ. കാരണം എന്താ? ലിഅന്നഹു ഖദ് ബാനൽ മുറാദു ബിഹി, കാരണം ആ നഖല് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താന്ന് ഇവിടെ തിരിഞ്ഞല്ല. അസ്ബാബുൽ ഹദസ് എന്ന് പറയുമ്പോൾ ഇത് സബബാണ് എന്നും അതിനു മുമ്പുള്ള തുഹർ ഈ സബബ് ഉണ്ടാകുമ്പോൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള മുറാദ് തിരിഞ്ഞു. പിന്നെ ഇത്രാൾ എന്താവൂല, ലാറാവൂല. അങ്ങനെ ഇബാറത്തിടുമ്പോ പിന്നെ ലിഅന്നഹു ഖദ് ബാന. പിന്നെ വബിൽ മൂജിബാത്തി, മൂജിബാത്ത് കൊണ്ടുള്ള ഇബാറത്തിന്റെ മേലെ വരുന്ന എഴുത്തിറാളിനെ തൊട്ടും രക്ഷപ്പെടാൻ. അത് ഭിന്നവാക്കലിന്റെ മേലത്തുവ. അപ്പൊ ലിയസ്ലമ അമ്മ ഊരിദ അനിത്തഅബീരി ബിൽ മൂജിബാത്തി, മൂജിബാത്ത് കൊണ്ടുള്ള ഇബാറത്ത് അതെന്തിനാ തേടുന്ന? അതുകൊണ്ടുള്ള ഇബാറത്തിൽ എന്താ? മാഊരിദ എന്താണ്? ഒരു എഴുത്തിറാള്. അവിടെ മിന്നിഖ്തിലാഇ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ മിന്നിഖ്തിലാഇ, ആ മൂജിബാത്ത് കൊണ്ടുള്ള തഅബീർ തേടുന്നുണ്ട്. അന്നഹ തൂജിബുഹു, ഈ പിന്നെ മൂജിബാത്തുകൾ, അതായത് ഈ നവാഖിൽ അല്ലെങ്കിൽ ഈ അസ്ബാബുകൾ തൂജിബുഹു അളൂനെ നിർബന്ധാക്കും. വാഹിദഹ, അക്കാര്യം അത് മാത്രം തന്നെ ഉണ്ടായാൽ ഒളു നിർബന്ധാകും. വലൈസ കദാലിക, അങ്ങനെ നിർബന്ധാക്കൂലല്ലോ. ബൽ ഹിയ, ഈ അസ്ബാബുകൾ ഇറാദത്തി ഫിഇലി നഹ്വിസ്സലാത്തി, കണ്ടോ? നിസ്കാരം പോലത്തെ ഒളു നിർബന്ധമുള്ള ഒരു കാര്യം ചെയ്യൽ ഉദ്ദേശിക്കുമ്പോഴാണ് അത് മൂജിബാകുന്നത്, അതിനു മുമ്പ് മൂജിബാവൂല. ബൽ ഹിയ എന്നാണ് എൻ്റെ കിതാബിലുള്ളത്. അപ്പൊ മൂജിബാത്ത് തന്നെ ഷെർവാനിയും കുർദിയൊക്കെ കരുതിയൊക്കെ ഹുവാന്ന്, ബൽ ഹുവാന്ന് അലമീർ എടുത്ത. അപ്പൊ ഈ മൂജിബുൽ ഉളൂഇ എന്നാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലാഹിറാണ്, നേരത്തെ മൂജിബാത്ത് എന്നല്ലേ. അപ്പൊ അതിലേക്ക് ഹിയ എന്ന് പറഞ്ഞ അമീർ തന്നെ. ആ മൂജിബാത്ത് എന്തോടുകൂടെയാണ് എന്ന് പറഞ്ഞാൽ മൂജിബാകുന്നത് എപ്പോഴാണ്? ഇതോടുകൂടെയാണ്. അല്ല മൂത്രമൊഴിച്ച അപ്പം തന്നെ ഒന്നുണ്ടാക്കുക, ഉറങ്ങിയാൽ ഉണർന്നാൽ അപ്പം തന്നെ ഒന്നുണ്ടാക്കുക എന്ന് തോന്നിപ്പോവും. മറ്റേതുകൊണ്ട് അതില്ല. ഇനി വലിയ തഖദ്ദുമി സബബി, അതായത് ഇനി ഇവിടെ ഈ അസ്ബാബ് ആദ്യം പറയാനുള്ള കാരണം പറയുന്നത്.
ഉളു എന്താന്ന് പിന്നെ ശേഷം പറയുന്നല്ലേ ഉള്ളൂ. അതുപോലെ തഖദ്ദുമി സബബി, സബബും മുസബബും നോക്കുമ്പോൾ സബബാണല്ലോ മുന്തിയത്. തൊബ അനുസരിച്ച്, പ്രകൃതി അനുസരിച്ച്, തൊബിയത്തനുസരിച്ച് സബബ് മുന്തിയതിന് വേണ്ടി കാന തഖ്ദീമുഹാ ഹുന അലൽ വുളൂഇ അൽഹറ എന്ന മിൻ അക്സിഹി. അതിൻ്റെ ഇടക്ക് പറയുന്ന അൽ മുനാസിബി ലഹു, ആ തഖദ്ദുമിനോട് മുനാസിബാണ് അത്. തബഅൻ അത് അതിൻ്റെ തഖദ്ദുമുണ്ടായി അതിനോട് മുനാസിബാണ് തഖദ്ദുമുഹു, ആ സബബ് മുന്തൽ വളഅൻ. വളവെന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക, വെക്കുക എന്നല്ലേ. അപ്പോൾ ഈ ബാബുകൾ ക്രമീകരിക്കുമ്പോൾ എന്താണ് അത് ആദ്യം പറയുക എന്നത് അതിനോട് മുനാസിബാണ്. അപ്പം അതുകൊണ്ട് കാന തഖ്ദീമുഹ, ഈ അസ്ബാബുകളെ മുന്തിക്കലായി ഹുന ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തഹാറത്തിൻ്റെ ബാബിൽ അലൽ വുളു, ഈ വുളുവിനേക്കാൾ മുന്തിക്കല് അൽഹറായി മിൻ അക്സിഹി, അതിൻ്റെ അക്സിനേക്കാൾ അൽഹറായി. കാന തഖ്ദീമുഹ ഹുന അൽഹറ എന്ന് പറഞ്ഞാൽ ഹുന എന്ന് പറഞ്ഞാൽ അപ്പം അതിന് ശേഷം റൗലയിലുള്ളതിനെതിരെ എന്ന് പറയുന്നത്. അപ്പം മിൻഹാജ് കിതാബിൽ അങ്ങനെ മുന്തിച്ചു, അങ്ങനെയാണ് കിതാബ് തഹാറത്തിൽ എന്നല്ല. മിൻഹാജ് കിതാബിൽ ആ തഖ്ദീമ് അൽഹറായി കാരണത്താൽ മിൻ അക്സിഹി, അതിൻ്റെ അക്സിനേക്കാൾ, അതായത് ആദ്യം ഉളു പറഞ്ഞു, പിന്നെ അതിൻ്റെ സബബാണ് പറഞ്ഞത്. ആ അക്സ് അല്ലത് എവിടെയുള്ള അക്സ് ഫിർ റൗല, റൗലയിൽ അങ്ങനെയല്ല, അതിന് അബീമാമിൻ്റെ കിതാബാണല്ലോ. അതിനേക്കാൾ ഇത് അൽഹറായി. വൈൻ ഉജ്ജിഹ, ഏതവസ്ഥയിൽ ആ റൗലയിലുള്ളത് ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഹാലിയായിട്ട് ഏതവസ്ഥയിൽ ആ റൗലയിലുള്ളത് ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബി അന്നഹു ലമ്മാ ഉലിദ മുഹദിസൻ, മനുഷ്യൻ ജനിച്ചപ്പോൾ മുഹദിസായിട്ടാണ് മനുഷ്യൻ ജനിച്ചത്. ബി അന്നഹു ഇൻസാൻ ലമ്മാ ഉലിദ മുഹദിസൻ, മുഹദിസായി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഐ ലഹു ഹുക്കുമുൽ മുഹദിസി, അവന് മുഹദിസിൻ്റെ എന്താണ് ഹുക്കുമാണുള്ളത്. അല്ലേ, ജനിക്കുന്ന കുട്ടി നിസ്കരിക്കണമെങ്കിൽ ഒളു കൊടുക്കണമല്ലോ. അപ്പം എന്തായി, ഒളു കൊടുക്കാൻ നിസ്കരിക്കാൻ പറ്റൂല. അത് അപ്പം തന്നെ നിസ്കരിക്കുന്ന അല്ല, പിന്നെ കുറെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിസ്കരിക്കാൻ ഒരുങ്ങുന്നത് അപ്പവന് ഒളു കൊടുക്കണം. അപ്പവന് മുഹദ്ദിസിന്റെ ഹുക്കുമിലാണ്, അല്ലേ. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഹദസ് ഉണ്ടായില്ലെങ്കിലും നമ്മളങ്ങനെ സങ്കല്പിക്കുക, ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ നല്ല തമ്മീസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മലമൂത്ര ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവൻ നിസ്കരിക്കാൻ ഒരുങ്ങി, അല്ലെങ്കിൽ മുസാഫ് എടുത്ത്, അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കയ്യിൽ മുസാഫ് കൊടുക്കണം. അപ്പോഴൊക്കെ എന്താണ് ഒളു കൊടുക്കണമല്ലോ. അപ്പം അതാ പറഞ്ഞ ഹുക്കുമുൽ മുഹദ്ദിസി ഹിത്താജ അരിഫ അവലൻ നല്ലുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ എന്താണ് ഒളുവിനെ കുറിച്ച് അറിയൽ, ആദ്യം അറിയൽ ആവശ്യമായി. അരിഫ അവലൻ നല്ലുള്ളൂ. സുമ്മ നാക്കിലഹു, പിന്നെയാണ് നാക്കൽ അറിയേണ്ടത്. കാരണം ഈ എടുത്ത ഒളു അല്ലേ പിന്നീടല്ലേ മുറിയ. അപ്പോൾ ഒളു എടുത്തിട്ടല്ലേ പിന്നെ ഇതിൻ്റെ നാക്കൽ എന്തെന്ന് അറിയേണ്ടതുള്ളൂ. പിന്നെ വലിത ലം യൂലദ് ജുനുബൻ എന്നാണ് എൻ്റെ കിതാബിലുള്ളത്. വേറെ നുസ്ഖയിലുള്ളത് വലിത ലമ്മാലം യൂലത് ജുനുബൻ, അല്ലെങ്കിൽ വലമ്മാലം യൂലത് ജുനുബൻ നുസ്ഖ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ലാഹിർ. ജനാപത്തുകാരനായി ജനിക്കാത്തത് കൊണ്ട് ഇത്തഫഖു, അല്ലെങ്കിൽ വലിത ലമ്മാലം യൂജത്. ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ എന്താണ് പിന്നെ ലമ്മാ വഴുത മുഹദ്ദിസൻ എന്ന് പറഞ്ഞില്ലേ, ഹദസുള്ളവനായി ജനിക്കുന്ന കാരണത്താൽ ലമ്മാലം യൂലത് ജുനുബൻ, വലിയ അശുദ്ധിക്കാരനായി ജനിക്കാത്തത് കൊണ്ട്. അതായത് ഇവന് കുളിക്കേണ്ട ആവശ്യമില്ല. ഈ സബബൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒളു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കുളീൻ്റെ സബബ് ഉണ്ടെങ്കിൽ മാത്രം കുളിച്ചാൽ മതി. ഇത്തഫഖു അലാ തഖ്ദീമി മൂജിബിൽ ഗസ്ലി, ഗസ്ലി അലൈഹി, ഗുസ്ലിനേക്കാൾ മൂജിബുൽ ഗസ്ലിനെ മുന്തിക്കുക എന്ന വിഷയത്തിൽ അയിമ്മത്ത് ഇത്തിഫാഖാണ്. ഇവിടെ ഇങ്ങനെ രണ്ട് ന്യായമുള്ളത് കൊണ്ട് ചിലരിങ്ങനെ ആക്കി ചിലരങ്ങനെ ആക്കി. അപ്പോൾ മിൻഹാജിൽ ഇതാ അൽഹർ ഹിയ അർബഅത്തുൻ എന്നിട്ട് പറയുന്ന പറഞ്ഞ അസ്ബാബുൽ ഹദസ് 4 ലാ ഗൈറു, വേറെ ഇല്ല. ഹിയ അർബഅത്തുൻ എന്ന് പറഞ്ഞാൽ അപ്പം ഹസ്ർ വരുമല്ലോ, അല്ലേ. അതായത് അഖ്സാമുകൾ എണ്ണുന്ന സ്ഥലത്ത് ഇസ്തിഖ്സ ആയിരിക്കണം എന്ന എണ്ണം പറയുമ്പോൾ തീർത്തു പറയണം, അങ്ങനെയാണ് കായിക. അപ്പോൾ അതുകൊണ്ടാണ് ലാ ഗൈറു എന്നവിടെ വന്നത്. വഹിയ അർബഅത്തുൻ, 4 മാത്രമേ ഉള്ളൂ. വൽ ഹസ്റു ഫിഹ തഅബ്ബുദിയ്യൻ, 4 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അതിൻ്റെ 4ന്റെ വിവരം അറിയില്ല, അതിൻ്റെ ഹിക്മത്ത് അറിയില്ല, അത് ഗൈറു മഅഖൂലാണ്. പക്ഷേ വൈങ്കാന കുല്ലും മിൻഹ മഅഖൂലൽ മഅന, ആ 4ൽ നിന്നുള്ള ഓരോന്ന് നോക്കുമ്പോൾ അതിൻ്റെ മഅന മഅഖൂലാണ്, തഅബ്ബുദിയല്ല.
തഅബ്ബുദി എന്ന് പറഞ്ഞാൽ മഅഖൂലുൽ മാന അല്ലാത്തത് എന്നല്ലേ. പിന്നെ ഫമിൻ സമ്മ, അപ്പൊ അതുകൊണ്ട് ലം യുഖസ് അലൈഹ നൗഉൻ ആഖർ. അപ്പൊ ഫമിൻ സമ്മ എന്ന് പറഞ്ഞാൽ ആ ഹസ്ർ തഅബ്ബുദി ആയതുകൊണ്ട് അതിന്റെ മേൽ വേർത്ത അഞ്ചാമത്തെ ഒന്ന് ഖിയാസാക്കിയിട്ടില്ല. പക്ഷേ വൈൻകാന കുല്ലും മിന്നാ മഅഖൂലുൽ മാന എന്ന് പറഞ്ഞില്ലേ, അപ്പോ അവിടെ ഖിയാസ് ഉണ്ടേനോ. അതാ വൈൻ ഖീസ അല ജുസ്ഇയ്യാത്തിഹ, ആ 4ന്റെ ജുസ്ഇയ്യാത്തിന്റെ മേൽ പലതും ഖിയാസാക്കിയിട്ടുണ്ട് എന്നാ. ജുസ്ഇയ്യാത്തിന്റെ മേൽ ഖിയാസാക്കി എന്താ, ആ നായിമിന്റെ മേലിൽ സക്രാനെ ഖിയാസാക്കിയിട്ടുണ്ട്, അങ്ങനെ ചിലതെല്ലാം ഖിയാസാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ജുസ്ഇയ്യാത്ത് എന്ന് പറഞ്ഞ് വലം യൻഖുൽ മഅദാഹ. അപ്പോ ലം യുഖസ് അലൈഹ വലം യൻഖുൽ മഅദാഹ എന്നാ. ഇതിന്റെ മേൽ ഖിയാസായിട്ടുമില്ല, ഈ 4 അല്ലാത്ത എന്ത് ചെയ്തിട്ടുമില്ല, ഒതു മുറിക്കുന്നില്ല. എന്തുകൊണ്ടാ? ലിഅന്നഹു ലം യസ്ബുത്ത് ഫീഹി ഷൈഉൻ, കാരണം അതിൽ ഒരു ദലീല് സ്ഥിരപ്പെട്ടിട്ടില്ല. ലം യസ്ബുത്ത് ഫീഹി എന്ന് പറഞ്ഞാൽ ആ നഖ്ലു മഅദ, ഇതല്ലാത്തത് നഖ്ല് ചെയ്യും എന്ന വിഷയത്തിൽ ഒരു ദലീല് ഷൈഉൻ മിനൽ അദില്ലത്തി സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ ഖിലാഫുള്ള കുറേ എന്താണ് നാഖിലുൽ ഉളു ആണെന്ന് ഖിലാഫുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളെടുക്കൽ എന്താണ് നാഖിലല്ല. ഏതുപോലെ അത് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നുക എന്ന പോലെ എന്താണ് ഛർദിക്കുക, പിന്നെ രക്തം പുറപ്പെടുക, പിന്നെ രക്തം സബീലൈനിന്ന് പുറപ്പെടുക എന്നല്ല, അല്ലാതെ പിന്നെ എന്ന പോലെ അമ്രദിനെ തൊടുക, ബഹീമത്തിന്റെ ഫർജ് തൊടുക, ഇങ്ങനത്തെ, അതുപോലെ നിസ്കരിക്കുന്ന ആൾ പൊട്ടിച്ചിരിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ മറ്റു പല മദ്ഹബിലും അതുകൊണ്ട് ഒതു മുറിയുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇല്ല എന്ന നമ്മളെ മദ്ഹബ്. അതിന് കാരണം ഏതാ? കാക്കിലി ലഹമി ജസൂരിൻ, ജസൂറിന്റെ ഇറച്ചി തന്നെ. ജസൂർ എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാ, ആണായാലും പെണ്ണായാലും ചെറുതായാലും വലുതായാലും. അപ്പൊ ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാല് ഒതു മുറിയും എന്ന് പറഞ്ഞു. പക്ഷെ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അലാമ കാലൂഹു, അസഹാബ് അങ്ങനെ പറഞ്ഞതാ. പക്ഷെ അവിടെ അല എന്ന് പറഞ്ഞ് തബരിയായിട്ടാണ് പറയുന്നത്. അതിന്റെ കാരണശേഷം പറയുന്നുണ്ട് വനൂസിഉ, ആ സഹാബിന് നിസാ വന്നിട്ടുണ്ട്, എതിർപ്പ് വന്നിട്ടുണ്ട്. ബി അന്ന ഫീഹി ഹദീസൈനി സ്വഹീഹൈനി, ആ ജസൂറിന്റെ ലഹ്മ തിന്നാല് ഒതു മുറിയും എന്നതിന് സ്വഹീഹായ 2 ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ലൈസ അൻഹുമാ ജവാബുൻ ഷാഫിൻ, ആ 2 ഹദീസിനെ തൊട്ട് ഷാഫിയായ ജവാബ് ഇല്ല എന്നാണ്. അപ്പോ അങ്ങനെ മറുപടി പറഞ്ഞു. ഷാഫിയായ മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇബ്നു ഖാസിം പറയുന്നത് ഷാഫിയായ മറുപടി ഉണ്ട്. എന്താണത്? ഇത് മൻസൂഖാണ് എന്ന് വേറെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഉണ്ടല്ലോ എന്ന്. കാന ആഖിറുൽ അംറൈനി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറക്കൽ വുളൂഅ മിമ്മ ഗയ്യറത്തിന്നാറൂ എന്ന് പറഞ്ഞു. അത് മസല തന്നെ വേറെയാണ്. പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചാൽ ഒതു ഉണ്ടാക്കണോ വേണ്ടേ, അത് മസല വേറെയാണ്. ഇത് അക്ലുൽ അഹ്മി ജസൂരിൻ എന്ന് പറഞ്ഞത് അത് പിന്നെ ഇതിൽപ്പെട്ടതല്ല. മിമ്മ കയ്യറത്തിനാറ് എന്ത് പോത്തിന്റെ ഇറച്ചിയായാലും ആടിന്റെ ഇറച്ചിയായാലും അല്ല, മിമ്മ കയ്യറത്തിനാറ് ചോറാണെങ്കിലും അതും തീയിട്ട് കഴിക്കുന്നതാണല്ലോ. അല്ല വേറെന്താ മീൻ ചുട്ടതാണെങ്കിലും അതെല്ലാം മിമ്മ കയ്യറത്തിൽപ്പെടുന്നത്, അത് ഇത് മാത്രമല്ല. പിന്നെ അപ്പൊ അതിന് ഷാഫിയായ മറുപടി ഇല്ല എന്നാണ് ബിനാജർ റഹിമഹുല്ലാഹ് പറയുന്നത്. ഉജീബ, എന്നാൽ അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ 2 ഹദീസിന്. അത് മതിയായില്ല എന്നാ പറയുന്നത്. ബി അന്ന അജ്മഅന അല അദ്മിൽ അമലി ബിഹിമ, ഈ 2 ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നില്ല എന്നതിൽ നമ്മൾ നിങ്ങൾ ഇജ്മാ ആണല്ലോ എന്ന് മറുപടി പറഞ്ഞു. എന്താ ഇജ്മാ? ലി അന്നൽ ഖായില ബിനഖ്ലിഹി, ആ അഖ്ലുൽ അഹ്മൽ ജസൂർ കൊണ്ട് ഒതു മുറിയും എന്ന് പറയുന്ന ആള് യഹുസ്സുഹു ബിഗൈരി ഷഹ്മിഹി വസിനാമിഹി, ആ നഖലിനെ ഖാസാക്കി. നഖലിനെ എന്തുകൊണ്ട് ഖാസാക്കി? ബിഗൈരി ഷഹ്മിഹി, ജസൂറിന്റെ ഷഹ്മ്, അതിന്റെ ഇറച്ചിയിലുണ്ടാകുന്ന നെയ്യുണ്ടല്ലോ, അതല്ലാത്തത് കൊണ്ട്. വസിനാമിഹി, അതിന്റെ പൂഞ്ഞി ഉണ്ടല്ലോ, ഒട്ടകത്തിന്റെ പൂഞ്ഞി, ആ ഒട്ടകത്തിന്റെ പൂഞ്ഞി മാത്രം അവർ മുറിച്ചെടുത്തിട്ട് എന്താണ് പാചകം ചെയ്തിട്ട് ജാഹിലീയത്തിൽ അവർ കള്ളുവിൻ്റെ ഒക്കെ കൂടെ തിന്നും, കള്ളു കുടിക്കുമ്പോഴൊക്കെ. അങ്ങനത്തെ അവർക്ക് പ്രത്യേക ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതിൻ്റെ പൂഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ പെരടീൻ്റെ അവിടെ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത്. അപ്പം ഇത് 2 കൊണ്ട് ഒതു മുറിയില്ല എന്ന് അവർ പറഞ്ഞു.
അപ്പോ ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാത്ത വിഷയത്തിൽ നിങ്ങളും തുല്യല്ലേന്ന് ഇങ്ങനെ തഖ്സീസാക്കിയപ്പോ അപ്പൊ അമൽ ചെയ്യുന്നില്ല എന്ന് തീരെ അമൽ ചെയ്യുന്നില്ല എന്നല്ല, അതിന്റെ ഉമൂമ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നില്ല, നമ്മൾ തീരെ അമൽ ചെയ്യുന്നില്ല, അപ്പൊ അമൽ ചെയ്യുന്നില്ല എന്നുള്ള വിഷയത്തിൽ തുല്യായില്ലേന്നാ. യുറദ്ദു ഈ മറുപടി അത് മർദൂദാണ്. ബി അന്നഹുമാ ലാ യുസമ്മയാനി ലഹ്മൻ. ഈ പിന്നെ ഷഹമും സിനാമും അതിനെ ഇറച്ചി എന്ന് പറയൂല. ഹദീസിലുള്ളത് അക്കില് ലഹമി ജസൂരിൻ എന്നല്ലേ. അപ്പൊ അക്കില് ലഹമി ജസൂരിൻ എന്ന് പറയുമ്പോ ഇത് രണ്ടും ലഹമല്ലല്ലോ എന്ന് പിന്നെ എന്താണ് മറുപടി അതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഷാഫിയായ മറുപടി ആയിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ അതിങ്ങനെയാണ്. അത്തവല്ല ഓ ഒരാൾ ചോദിച്ചത് അത്തവല്ല ഉമിൽ ലഹമിൽ ലുഹൂമിൽ ഗനമി. അപ്പോ ഗനമിന്റെ ഇറച്ചി തിന്നാല് ഇൻഷീത്ത ഫത്തവല്ല ഇൻഷീത്ത ഫലാത്തവല്ല എന്ന് പറഞ്ഞു. അത്തവല്ലമിൽ ലഹമിൽ ലിബിലി എന്ന് ചോദിച്ചപ്പോ കാല നഅം ഫത്തവല്ല മിൽ ലുഹൂമിൽ ലിബിലി. അവിടെ ലുഹൂം തന്നെ ഉള്ളത്. പിന്നെ വേറൊന്ന് ഹദീസിലും അങ്ങനെ തന്നെയല്ല, ലുഹൂമിൽ ലിബിലിനെ തൊട്ടുള്ളത് ഉണ്ടാക്കണോ തവല്ല മിൻഹാ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ലഹമു എന്നുള്ള ഹദീസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും അതിൽ പെട്ടില്ല എന്നാ മറുപടിയും പറഞ്ഞു. കമാ ഏത്തീഫിൽ ഐമാനി, അതതിന് പറയൂല എന്നുള്ളത് യമീനിൽ കിതാബുൽ യമീനിൽ വരുന്നുണ്ട്. ഒരാൾ ഇറച്ചി തിന്നൂല എന്ന് സത്യം ചെയ്തു, എന്നാൽ ഈ പിന്നെ ഷഹമോ സിനാമോ തിന്ന സത്യത്തിൽ പഴക്കൂല. ഫഅഖദ ബിലാഹിരി നസി, അപ്പം എന്ത് ചെയ്തു ആ കായില് ലഹമു ജസൂർ കൊണ്ട് പിന്നെ ഒതുമുറിയും, അത് തിന്നാൽ ഒതുമുറിയും എന്ന് പറഞ്ഞ കായില് അഹദ, ആ ആളെന്ത് ചെയ്തു നസ്സിന്റെ ലാഹിർ സ്വീകരിച്ച ആളാണ്. മറുപടി ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അതും മൻസൂഖാണെന്ന് തന്നെയാണ് അതിന്റെ മറുപടി. പിന്നെ ഇനി ഹുറൂജി, അത് അതിന്റെ മേലെ അത്തുപായത് അഖിലി എന്ന് പറഞ്ഞതിന്റെ മേലെ അത്തുപ്പാണ്. മറ്റുള്ള ഗൊയറിന്റെ ഉദാഹരണമാണല്ലോ പറയുന്നത്. മാഅദ, മാഅദക്ക് ഉദാഹരണം പറയാണ്. ലം യൻഖുലു മാഅദാഹ, ആ മാഅദ ഏതുപോലെ ലഹമി ജസൂരിൻ വ ഖുറൂജി നഹ്വി ഖൈഇൻ, ഛർദിക്കുക, വ ദമിൻ രക്തം പുറപ്പെടുക. രക്തം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എന്താണ് ഭാഗങ്ങളിൽ നിന്ന് എവിടുന്ന് രക്തം പുറപ്പെട്ടാലും, അത് ഛർദിച്ചാലും മൂക്കുന്ന് വന്നാലും എന്താണ് പിന്നെ കത്തി കൊണ്ട് മുറിഞ്ഞാലും ഒക്കെ ഒതു മുറിയുന്നതാണ് ഹനഫി മദ്ഹബ്. അപ്പൊ അങ്ങനെ വ മസ്സി അമ്രദിൻ ഹസനിൻ, സൗന്ദര്യമുള്ള അമ്രദിനെ തൊടുക, ഇതുകൊണ്ട് ഉതുമുറി എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഔ ഫർജി ബഹീമത്തിൻ, പിന്നെ വ കഹ്കഹത്തി മുസല്ലിൻ, നിസ്കരിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചാല് ഒച്ച ഉണ്ടാക്കി ചിരിക്കുകയെന്നല്ലേ, അതുകൊണ്ട് ഒതുമുറി എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ടൊന്നും ഒതുമുറിയില്ല. വങ്കിലാ മുദ്ദത്തിൽ മസഹി, അപ്പോ വേറൊരു വിഷയം, പിന്നെ മസഹിന്റെ മുദ്ദ അവസാനിക്കല് ഈജാബുഹു ലിഗുസ്ലിൽ റിജ്ലൈനി ഹുക്കുമും മിൻ അഹ്കാമിഹി ലാ ലികൗനിഹി യുസമ്മാ ഹദഥൻ. അതായത് ഈ നാലല്ലാത്ത വേറൊന്നുകൊണ്ട് ഒതുമുറിയില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഹുഫ തടകുന്ന സമയം തീർന്നു. അതായത് മുഖീമാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു, അല്ലെ മുസാഫിർ ആണെങ്കിൽ 3 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കഴിയുമ്പോ എന്താണ് ആ ഇങ്കില ആ മുദ്ദ കഴിഞ്ഞു എന്ന് അല്ല, അതുകൊണ്ട് ഒതുമുറിയില്ല, നേരത്തെ മേലെ അത്തുഫാണ്. പിന്നെ ഈജാബുഹു, അതാണ് മുബ്തദ. അതെ, വങ്കിലായി മുദ്ദത്തിൽ മസഹി, അതും ഈ പറഞ്ഞതിന്റെ മേലെ അത്തുഫ, അത് ഉദാഹരണമാണ്. അതുകൊണ്ട് ഒതുമുറിയില്ല. അപ്പൊ അത് കാല് കഴുകലിനെ നിർബന്ധമാക്കുന്നുണ്ടല്ലോ, അതാ മറുപടി. ഈജാബുഹു ലി ഗുസ്ലി റിജ്ലൈനി ഹുക്കുമും മിൻ അഹ്കാമിഹി, അത് ആ മസഹിന്റെ ഹുക്കുമിൽ പെട്ടൊരു ഹുക്കുമാണ്. സമയം കഴിഞ്ഞാൽ ഇനി ഊരിയിട്ട് കാല് കഴുകണം. കാല് മാത്രം കഴുകിയാൽ മതി, ഒതു ബാക്കിയുണ്ടെങ്കിൽ മുറിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ അതാ പറഞ്ഞ ലാലിക്കൗനിഹി യുസമ്മാ ഹദസൻ, അത് ആ ഇങ്കിലാ മുദ്ദത്തിൽ മസഹി, ഈ സമയം കഴിയുക എന്നുള്ളത് ഹദസ് എന്നതായതുകൊണ്ടല്ല. പിന്നെ വൽ ബുലൂഗി ബിസ്സിന്നി, വേറൊരു കാരണം പറയുന്നത് സിന്നുകൊണ്ട് പ്രായപൂർത്തിയാകുക, അതുകൊണ്ട് ഒതു മുറിയൂല. നേരത്തെ മേലാത്തഫാണ്. കാക്കിലി ലഹമി ജുസൂരിൻ. പിന്നെ റിദ്ദത്ത് കൊണ്ടും എന്താണ് ഇങ്ങനെ ഒതുമുറിയില്ല. അപ്പൊ ഇങ്ങനെ കുറെ മഴത്തൂഫാത്ത് വരുമ്പോഴേ അവിടെ നുഹാത്തിന്റെ ഇടയ്ക്ക് ഒരു ഖിലാഫുണ്ട്. ഇതെല്ലാം ആദ്യത്തെ മേലാത്തഫാണോ? അങ്ങനെയാണെങ്കിൽ ഈ റിദ്ദത്തു ഈ ബുലൂഗും ബിസിന്നും എന്ന പോലെ ഇംഗിലാവ് മുദ്ദത്ത് മസഹ്
മസ്സു ഫർജി ബഹീമത്ത് മസ്സു അമ്രദിൻ ഹസനിൻ ഫർജി ബഹീമത്തിൻ എന്ന് പറഞ്ഞാൽ അമ്രദിൻ ഹസന്റെ മേലാത്തിഫാണ്. പിന്നെ കഹത്ത് മസ് ഹുറൂജ് ഇതെല്ലാം എന്തിന്റെ മേലാത്തിഫാ? അഖിലിൽ അഹമി ജസൂരി എന്ന് പറഞ്ഞതിന്റെ മേലാത്തിഫാണ്. അല്ല, അവസാനത്തെ അതിന്റെ മുമ്പുള്ളതിന്റെ മേലാത്തിഫാണ്. അപ്പൊ റിദ്ദത്ത് എന്ന് പറഞ്ഞത് എന്തിന്റെ മേലാത്തിഫ്? ബുലൂഗും ബിസ്സിന് എന്നുള്ളതിന്റെ മേലാത്തിഫ്. ബുലൂഗും ബിസ്സിന് എന്നുള്ളതോ ഇൻഖിലാബ് മുദ്ദത്തിൽ മസ്യാത്തിഫ്. ഇങ്ങനെയാന്ന് വേറെ ഒരു കൂട്ടർ പറഞ്ഞത്. രണ്ടായാലും ഇന്നമാ അബുത്തലത്തി തയമ്മും. അപ്പൊ റിദ്ദത്ത് എന്താണ്? ഒളു മുറിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ റിദ്ദത്തുണ്ടായാലും തയമ്മം ബാത്തിലാവുമല്ലോ. അതോ അതിൽ ലൊഴഫി തയമ്മൽ ലൈഫാണ്, ഒളുവിനെ അപേക്ഷിച്ച ലൈഫാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വനഹു ഷിഫാ ഇസ് സെലിസിലായിരിതു ലി അന്ന ഹദസഹുലമിർത്തഫി. അതായത് സെലിസ് ആയ ആള്, മൂത്രവാർച്ചുള്ള ആളിന് രോഗം ഷിഫയായി. അപ്പോൾ അയാൾ പിന്നെ ഒന്നും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിവിടെ വരൂല. കാരണം എന്താ? ഇയാളെ ഹദസ് ഉയർന്നിട്ട് തന്നെ അല്ലല്ലോ. സെലിസിന്റെ അവസരത്തിൽ ഇയാൾ മുഹദ്ദിസല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒതു മുറിഞ്ഞല്ലോ എന്ന് പറയാനില്ല. ഒതു മുറിയണമെന്നുണ്ടെങ്കിൽ റഫ്ഉൽ ഹദസ് ഉണ്ടായിട്ട് വേണ്ടേ മുറിയാൻ. അപ്പോൾ നാക്കിലായിട്ട് ഇവിടെ ഇത്രാലായി വരൂല. അപ്പോൾ അത് ആ ഒരു ജവാബിന് ഇഷ്കാലിന് മറുപടിയാണ്. അവിടെ നഹവു ഷിഫാ ഇസ് സലിസി എന്നുള്ളടുത്ത് ഷിഫാ നഹവി സലിസി എന്ന് ആ ഇബാറത്തിൽ കൽബുണ്ടോ എന്നൊരു ഇഷ്കാലാക്കിയിട്ടുണ്ട്. അങ്ങനെയില്ല എന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതായത് നഹവു ഷിഫാ ഇസ് സലിസി എന്ന് പറഞ്ഞത് ആരാണ് ഈ നഹവു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മുസ്തഹാലത്താണ്. അപ്പോൾ ഷിഫാ ഉസ് സലിസിന്റെ നഹവാണ് ഷിഫാ ഉൽ മുസ്തഹാലത്ത്. ഇസ്തിഹാലത്തുള്ള പെണ്ണിന്റെ ഷിഫാ ഉസ് സലിസിന്റെ നഹവായല്ലോ. അങ്ങനെ ഷിഫാഇന് നഹവാക്കിയാൽ മതി, സലിസിന്റെ നഹവാക്കണ്ട. അപ്പൊ ഇബാറത്തിൽ കൽബൂല്ല. ഇനി അഹദുഹ. അപ്പൊ നാലാന്ന് പറഞ്ഞു ഖുറൂജു ഷൈഇൻ മിൻ ഖുബുലിഹി ഔ ദുബുരിഹി എന്നാണ്. എന്തെങ്കിലും ഒന്ന് പുറപ്പെടുക, ഖുബുലെന്നോ ദുബുറെന്നോ പുറപ്പെടുക. ഇല്ലൽ മനിയ എന്ന മനിയല്ലാത്ത പുറപ്പെടുക. ഇതാണ് ഒന്നാമത്തെ. ഖുറൂജ് ഷെയ് എന്ന് പറഞ്ഞ പോലെ ഊദൻ, അതൊരു എന്താണ്, ആ മരക്കഷ്ണാണെങ്കിലും ചെറിയ കഷ്ണം എന്ത് ചെയ്തു, ഇയാളെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉള്ളിൽ പോയി എന്തെങ്കിലും ഒരു എന്താണ് കറിവേപ്പില പോലത്തെ എൻ്റെ തണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് പോയി, അത് ദഹിച്ചതുമില്ല, അത് അതുപോലെ കൊണ്ട് വന്നു. എന്നാൽ വറഅസി ദൂതത്തിൻ അല്ലെങ്കിൽ വറഅസ ദൂതത്തിൻ അല്ലെങ്കിൽ ദൂതത്തിൻ്റെ റഹസാണെങ്കിലും പുഴുന്നാണ് ദൂതത്തിന് പറയല്. പക്ഷേ അത് സാധാരണ വയറ്റിന്ന് വരല് വര എന്ന് പറഞ്ഞൊരു സാധനമാണല്ലോ അല്ലേ, കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ തലയാണെങ്കിലും അത് തല പുറത്തേക്ക് വന്നു. എന്നാലും എന്തായി, തല മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഒതു മുറിഞ്ഞ്. പിന്നെ അത് ഉള്ളതിലേക്ക് പോയാൽ അപ്പോൾ ഒതു മുറിഞ്ഞു, ഒതു വേറെ എടുക്കണം. അല്ല ഇനി ഫുള്ള് എന്താണ് പോയാൽ അപ്പോൾ ദൂതത്ത് ഫുള്ള് പോയല്ലോ. അത് റഹസ ദൂതത്തിന് പറഞ്ഞ് അതിനി അങ്ങനെ അവിടെ ഇരിക്കട്ടെ, അല്ല തല തിരിച്ചു വരിക്കട്ടെ, എങ്ങനെ ആയാലും വൈന ആദത്ത് അത് ആ ദൂതത്ത് തിരിച്ചു പോയാലും ശരി ഇല്ലെങ്കിലും ശരി ഒതു എന്താണ് ഹുറൂജു റഹസി ദൂതത്ത് കൊണ്ട് പുറത്തു വന്നു. വലായലുറു ഇത് ഖാലു. അപ്പോൾ ഇത് ഹുറൂജു ഷെയ് എന്ന് പറഞ്ഞൊരു സാധനം പുറത്തു വരിക, ഒരു സാധനം ഉള്ളിലേക്കാക്കിയാലോ അത് മുറിയോ? അതില്ല, അത് നോമ്പിനാണ്. ഉള്ളിലേക്കാക്കിയാലും പുറത്തേക്ക് എടുത്താലും രണ്ടായാലും നോമ്പ് മുറിയാലും നോമ്പിനാണ്. അതാണല്ലോ അത്. പിന്നെ ഛർദിക്കുന്നത് ബോധപൂർവം ഛർദിച്ചാൽ, ഉണ്ടാക്കി ഛർദിച്ചാൽ മുറിയുമല്ലോ, അപ്പോൾ പുറത്തേക്ക് എടുക്കലാണ്. പിന്നെ അതുപോലെ അല്ല ലറൂരിയായത് പുറത്തേക്ക് വരില്ലല്ലോ, മലമൂത്രം പോലത്തെ അല്ല. അപ്പൊ ഈ ഇദ്ഖാലുൽ ആറല്ല, അത് ഖുറൂജ് ഷെയ് എന്ന് പറഞ്ഞതിന്റെ മുഴത്തറസ വലായലുറു ഇദ്ഖാലു, ഒരു ഷെയ്നെ ഉള്ളിലേക്കാക്കുക. പിന്നെ വൈന്നമംതനാത്തി സ്വലാത്തുലി ഹംലിഹി മുത്തസിലം ബി നജസിൻ. എന്നാൽ അങ്ങനെ ഉള്ളിലേക്കാക്കുമ്പോൾ നിസ്കാരം എന്താണ് മുംതനിയാണ്, സാധിക്കൂല. ഉള്ളിലേക്കാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരറ്റ ഉള്ളിലേക്കായിരുന്നു, ഫുള്ള് ഉള്ളിലേക്ക് പോയിട്ടില്ല. ഉബുലുന്നോ ദുബുറുന്നോ ഉള്ളിലേക്കാക്കി, അതായത് മൂത്രത്തിൻ്റെ പൈപ്പിട്ട് നിർത്തും. മൂത്രത്തിൻ്റെ പൈപ്പിട്ടാൽ ഉള്ളിലേക്കാക്കലാണോ, അതുകൊണ്ട് ഒതു മുറിയൂല, പക്ഷെ നിസ്കരിക്കാൻ കഴിയൂല. പൈപ്പിട്ടാൽ പൈപ്പിലൂടെ മൂത്രാണ്ട് വന്നാൽ ഒതു മുറിയും കേട്ടോ. അലി ഹംലിഹി മുത്തസിലൻ. പിന്നെ അത് മുത്തസിലിനോട് മഹ്മൂലായതുകൊണ്ടാണ്, ഇവൻ ഹംലി ചെയ്തത് കൊണ്ടാണ്. ഒരു മുത്തസില എന്തിന് നജസുമായി മുത്തസിലിനെ ഇവൻ ഹംലി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൂത്രത്തിൽ പൈപ്പിട്ടവൻ്റെ നിസ്കാരം എന്താണ്, മൂത്രത്തിന് പൈപ്പിട്ടവൻ്റെ നിസ്കാരം ശരിക്കും ശരിയാവില്ല, ശരിയാവില്ല. അവന് ഭക്തൻ്റെ ലറൂറത്തിന് വേണ്ടി നിസ്കരിക്കണം, പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും. അങ്ങനെ അവസ്ഥ ലി ഹംലിഹി മുത്തസിലം ബി നജസിൻ. ഇത് മാഫിൽ ബാത്തിനി ലായുഹക്കമു ബി നജാസത്തിഹി ഇല്ല ഇനിത്തസല ബിഹി ഷൈഉം മിനല്ലാഹിരി. അപ്പോൾ അവിടെ ഒരു ഇഷ്കാല്, ഇത് പിന്നെ ഒരു സാധനം കയറ്റുമ്പോൾ മാത്രമല്ലല്ലോ ഇവനെന്ത് നജസിനെ ഹംലി ചെയ്തവനാകുക,
ഈ ആ ഉള്ളിലുള്ള നേഴ്സ് എപ്പോഴും നേഴ്സ് തന്നെയല്ലേ. അതെ, അതിന് നേഴ്സ് കൊണ്ട് ഹുക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇല്ലി ഹംലിഹി മുത്തസിലം ബി നജസിൻ എന്ന് പറഞ്ഞതിനില്ലത്ത്, അത് ഈ സമയത്ത് മാത്രമാകുന്നത് എങ്ങനെ? അതാ മാഫിൽ ബാത്തിനിൽ ആയുഹക്കമു ബി നജാസത്തി, ഉള്ളിലുള്ളതിന് നേഴ്സ് കൊണ്ട് ഹുക്കും ചെയ്യണമെങ്കിൽ ഇല്ലാ ഇനിത്തസല ബിഹി ഷൈഉം മിനൽ ലാഹിരി, ലാഹിറിൽ നിന്നൊന്ന് അതിനോട് ചേർന്നിരിക്കണം, അപ്പോഴേ ഉള്ളൂ. പിന്നെ മീൻ കുബുലിഹി, എവിടുന്ന് പുറപ്പെടുക? കുബിലൂടെ പുറപ്പെടുക. ആരുടെ കുബിലെന്ന്? അയിൽ മുത്തവല്ലിന്റെ കുബില്. കാരണം ഒതുമുറിയുന്ന കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ഒതു ഉള്ളവന്റെ കുബിലെന്ന് പുറപ്പെട്ടു. പിന്നെ ആരാണ്? അൽ ഹയ്യ്. ഹയ്യ് എൻ്റെ കുബിലാണ്. അപ്പൊ മയ്യത്തിന് ഒതു പഠിപ്പിച്ച്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ആ മയ്യത്തിന്റെ കുബിലിൽ നിന്ന് എന്തോ പുറപ്പെട്ടു, മൂത്രം പുറപ്പെട്ടു. എന്നാലും ആ മയ്യത്തിന്റെ ഒതു മുറിയൂല. അൽ വാലിഹി, പിന്നെ വാലിഹായ മുത്തവല്ലി ആണ്, ഹയ്യു ആണ്, മുഷ്കിലായതല്ല എന്നർത്ഥം. അതായത് ഹുൻസ മുഷ്കിലുണ്ടല്ലോ, അതിൻ്റെതാണെങ്കിൽ രണ്ട് നിന്നും പുറപ്പെടണം എന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ വാലിഹായ ഹയ്യായ മുത്തവല്ലി ആയ മനുഷ്യൻ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും മുത്തവല്ലി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കുബിലിന്ന് പുറപ്പെടുക. വലോ രീഹൻ, അത് രീഹാണെങ്കിലും രീഹ അതിലൂടെ സാധാരണ പോലെ ദുബറിലൂടെ, പക്ഷെ മിൻ ദക്കരിഹി, ഇവിടെ ആണിന്റെ ദക്കറിൽ നിന്നാണ് രീഹ് വന്നത്, എന്നാലും മുറിയും. അവ കുബിലിഹ, അല്ലെങ്കിൽ പെണ്ണിന്റെ കുബിലിൽ നിന്നാണ് രീഹ് വന്നത്, എന്നാലും എന്താവും? മുറിയും. അപ്പൊ അതെല്ലാം കായത്ത് പറഞ്ഞു. അതിൻ്റെയൊക്കെ മുഴത്തറസിനി പറയും. വൈൻ താദ്ദദ, ആ കുബില് ഒന്നിലധികം ഉണ്ടെങ്കിലും, കുബില് ഒന്നിലധികം ഉണ്ട് എന്ന് പറഞ്ഞാല് എന്നിട്ട് എന്തായി? അപ്പോ അതിൽ നിന്ന് ഒന്നെന്ന് പുറപ്പെട്ടാലും മതി. അപ്പോൾ കുബിലൊന്നിലധികം ഉണ്ടാകുമ്പോൾ പല രൂപമുണ്ട്. അതായത് ഒന്ന് ജായിദയാണെന്ന് ഉറപ്പാകുന്ന രൂപമുണ്ട്. ജായിദയാണെന്ന് ഉറപ്പാകുന്ന രൂപം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ രൂപമുണ്ട്, അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഉപകാരവും നടക്കൂല, അതിൽ നിന്നൊന്നും പുറപ്പെടുന്നില്ല. ഈ അമല് മുഴുവൻ നടക്കുന്നത് രണ്ടിലൊന്നുകൊണ്ടാണ്. അങ്ങനത്തെ സ്ഥലമില്ല. അതാ പിന്നെ പറയുന്നത് നഅം ലമ്മ തഹഖഖത് സിയാദത്തുഹു അവി ഹിത്തമലത്ത് അല്ല ലിമാ തഹഖഖത് സിയാദത്തുഹു അവി ഹിത്തമലത്ത് ഹുകുമു മുൻഫത്തിഹിൻ തഹത്തൽ മൈദത്തീന. അതാ ലിമ ഒന്നിന്, അതായത് ഒരു കുബില് അതിനുണ്ട് എന്തുണ്ട്? ഹുക്കുമു മുൻഫത്തിഹിന്ന തഹഖഖത്ത് സിയാദത്തുഹു, അതിൻ്റെ സിയാദത്ത് ഉറപ്പായി എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൽ നിന്ന് ഒന്നില് ഒന്നുകൊണ്ടേ എല്ലാം മൂത്രവും മലോ ഒക്കെ പുറപ്പെടുന്ന എല്ലാം ഇന്തിഷാറും അങ്ങനത്തെ മനി വരലും എല്ലാം ഒന്നിൽ മാത്രമേ ഉള്ളൂ, മറ്റേലൊന്നുമില്ല. അപ്പോൾ അത് ഉറപ്പായല്ലോ. അവ ഹിത്തമലത്ത്, അല്ലെങ്കിൽ ഹിത്തിമാൽ എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകുമ്പോൾ സ്ഥലത്ത് ഇത് മറ്റേതിന് അമലുണ്ടോ ഇല്ലേന്ന് അറിയില്ല, ഒന്നുകൊണ്ടെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഹുക്കുമു മുൻഫത്തിഹിൻ താഹത്തൽ മൈദത്തി, മൈദത്തിന്റെ താഹത്തില് പുതുതായിട്ടുണ്ടായ തുറന്ന ദാരത്തിന്റെ ഹുക്കുമാണ്. അതിന്റെ ഹുക്കും എന്താന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ അതിലൂടെ പുറപ്പെടുന്നതിനൊക്കെ സാധാരണ പുറപ്പെടുന്ന മലമൂത്രം അങ്ങനത്തെ കൊണ്ടൊക്കെ ഒതുമുറിയോ അല്ലാത്തതിനും ഒതുമുറിയൂല എന്നാണ് പിന്നെ പറയുന്നത്. ഹുക്കുമോ മുമ്പത്തെയും താഴത്തിൽ മഴത്തെത്തി, അതിന് അവിടെ ശേഷം തഫ്സീലും വരുന്നുണ്ട്. ബലലൻ, ഇനി അപ്പോൾ അസ്ലിയ് മുൻഫത്തിഹാണെങ്കിൽ എന്തില്ല, ആ തഹത്തൽ മൈദത്ത് എന്ന് പറഞ്ഞത് അത് മുൻഫത്തിഹാകുന്നത് എന്ന് പറഞ്ഞത് അസ്ലിയ് മുൻഫത്തിഹാകലോട് കൂടെ ആണെങ്കിൽ ഇതുകൊണ്ട് ഒതുമുറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്ന പോലെ തന്നെ ഇവിടെ ഒതുമുറിയില്ല എന്ന് പറയുന്നത്. അല്ല അസ്ലിയ് മുൻസദ്ദാണെങ്കിൽ അതുകൊണ്ട് ഒതുമുറിയുന്ന. അപ്പോൾ ഇവിടെ സിയാദത്ത് തഹഖുഖായി എന്ന് പറയുമ്പോൾ മറ്റൊരു അസ്ലി ഉണ്ട് എന്നല്ലേ, അപ്പോൾ ഇതുകൊണ്ട് ഒതുമുറിയില്ല എന്ന് വരിക. ഔ ബലലൻ, ഇനി ബലലാണെങ്കിൽ നേരത്തെ റീഹൻ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മേലെ നനവാണെങ്കിലും റആഹു അലൈഹി, അങ്ങനത്തെ റആഹു ആ മുത്തവല്ലി ആ ബലലിനെ കണ്ടു, അലൈഹി എവിടെ കണ്ടു? ആ ദക്കറിന്റെ മേലിൽ കണ്ടു, ആ കുബിലിന്റെ മേലിൽ കണ്ടു. വലം യഹ്തമിൽ കൗനഹു മിൻ ഖാരിജിൻ, ആ ബലല് സാധ്യതയില്ല. മിൻ ഖാരിജിൻ, ഈ ദക്കറിൽ നിന്ന് അല്ലാത്തതിൽ നിന്നാകാൻ സാധ്യതയില്ല, കുബിലിൽ നിന്ന് അല്ലാത്തതിനാകാൻ സാധ്യതയില്ല. ഖാരിജി എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തുനിന്ന് പറ്റിയ നനവല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ദ്വാരത്തിന്റെ അറ്റത്താണുള്ളത്, അത് അവിടുന്ന് വന്നതാകാനേ സാധ്യതയുള്ളൂ. അപ്പം അല്ലാതെ ഇപ്പം വെള്ളത്തിന്റെ അടുത്തൊന്നും ഇപ്പോഴൊന്നും പോയിട്ടില്ല എന്നർത്ഥം, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി,
അങ്ങനെ എന്താണ് എന്നാലും മതി എന്നറിഞ്ഞ്. പക്ഷേ ലമ്യഹ്തമിൽ കൗനുഹു മിൻ ഖാരിജിൻ എന്ന് പറഞ്ഞെടുത്ത് ചിലർ വഹുമാക്കി ആ ബലൽ കൊണ്ടൊന്നും മുറിയില്ല എന്ന് പറഞ്ഞു. വഹിമ എന്ന് പറഞ്ഞാൽ ഗലത്ത എന്നാ തെറ്റുപറ്റിയവർക്ക് ഈ വിഷയത്തിൽ വഹിമ ഫീഹി ആ ബലലിനെ കുറിച്ച്. ഇനി ഔ വസല അല്ലെങ്കിൽ എത്തിയാലും ശരി, അതിന്റെ മേലെത്തഫാ വലൗ വസല വലൗ രീഹൻ എന്നുള്ളതിന്റെ മേലെത്തഫാണ്. ഔ വസല അതല്ലെങ്കിൽ എത്തി നെഹു മദീഹ ഈ പെണ്ണിന്റെ മദീ പോലത്തതെത്തി. എവിടത്തേക്കെത്തി? ലിമാ യജിബു വസ്ലുഹു ഫിൽ ജനാബത്തി ജനാബത്ത് കുളിക്കുമ്പോൾ കഴുകൽ നിർബന്ധമുള്ളൊരു സ്ഥലത്തേക്ക് എത്തിന്ന് അവളുടെ ഫർജിൽ നിന്ന്. വൈല്ല മെഹ്റുജി ഇല ലാഹിരി ആ ഫർജിന്റെ ലാഹിറിലേക്ക്, അതായത് ഹിസ്സിയായ കാണാവുന്ന ലാഹിറിലേക്ക് അത് പുറപ്പെട്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ, ജനാബത്ത് കുളിക്കുമ്പോൾ ഇരുന്നിട്ട് എന്താണ് വിടരുന്ന അത്രയും കഴുകൽ നിർബന്ധമാണെന്നല്ലേ. ഇസ്തിജാന്റെ സമയത്തും അങ്ങനെ തന്നെയാണ്, അത്രയും കഴുകൽ നിർബന്ധമാണല്ലോ. അപ്പൊ അവിടത്തേക്ക് എത്തി പുറത്തേക്ക് വന്നില്ല, എന്നാലും എന്താണ് പെണ്ണിന്റെ കുബിലേക്ക് അവിടെ എത്തിയാൽ മതി. ഔ വസല നെഹു മദീഹ പെണ്ണിന്റെ മദീ പോലത്തത് എന്ന് പറഞ്ഞു. മദീ പോലത്തെ എന്താ വതിയുണ്ട് അല്ലെ, മനീയുവിന്റെ മോള് മുറിയില്ല എന്ന് പറഞ്ഞല്ലോ, വതിയുണ്ട്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഈ വെള്ളപോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഈ ഹുക്കുമിലാണ്. അത് ഡോക്ടർമാർ പറയുന്നത് അത് റാഹിമിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നാ. അപ്പോൾ അത് അങ്ങ് അപ്പുറത്തുനിന്ന് വരുന്ന തന്നെയാണ്. പിന്നെ അതൊരു വിയർപ്പ് രൂപാന്തരപ്പെടുന്നതാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഏതായാലും അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് അവിടത്തേക്ക് എത്തിയാൽ മതി, അതെല്ലാം അതിൽ പെട്ട് ലിമാ യജിബോസലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് കുളി അല്ല ഒതു നിർബന്ധമാവും. അപ്പോൾ അതിങ്ങനെ സ്ഥിരം എന്താണ് വെള്ളപ്പോക്കുള്ളവരാണെങ്കിൽ അവർ സെലിസിന്റെ ഹുക്കുമിലാണ്, അവർ വെച്ചിട്ടൊക്കെ വേണം. അങ്ങനെ ലിമാ യജിബോസലുഹു വിൽ ജനാബത്തി. ഇനി വൈല്ല മെഹ്റുജി ഇല ലാഹിരി എന്ന് പറഞ്ഞാൽ ആ ലാഹിർ എന്ന് പറഞ്ഞത് ജനാബത്തിൽ കുളിക്കൽ കഴുകൽ നിർബന്ധമുള്ള ഭാഗം ലാഹിറുൽ ഫർജാണ്. ആ ലാഹിറല്ല, അതാ ഞാൻ പറഞ്ഞു. ഈ ലാഹിർ എന്ന് പറഞ്ഞാൽ കാണുന്ന ലാഹിറിന് ഹിസ്സിയായ ലാഹിറിലേക്ക് എത്തിയില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കുളിക്കണം എന്നൊക്കെ അറിയോ അല്ലാഹുവല്ല. അവരിങ്ങനെ നിന്നിട്ട് ഷവർ തുറന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചാലേ എന്താണ് ഇടയ്ക്കൊന്നും ഇരുന്ന് കഴിയില്ല എന്നുണ്ടെങ്കിൽ കുളി ശരിയാവൂല. പിന്നെ ഇസ്തിഞ്ചാവ് പിന്നെ ഇരുന്നിട്ട് ആണല്ലോ, അത് പിന്നെ ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നാൽ മതിയാവും, വെള്ളം നേരെ ഉപയോഗിച്ചാൽ എന്നാ മനസ്സിലാകുക. പിന്നെ അതല്ലാതെ അവിടെ ഈ മസല ശേഷം വരുന്നിടത്ത് പറയുന്നുണ്ട് സയ്യിബിന്റെയും ബിക്കറിന്റെ ഫർജിൽ നിന്ന് ലാഹിറാകുന്നതിനേക്കാൾ കൂടുതൽ സയ്യിബിന്റെ ഫർജിൽ നിന്ന് ലാഹിറാകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ലാഹിറാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ചൊന്ന് സൂക്ഷിച്ച് കഴുകേണ്ടി വരും. അത് അങ്ങനെ കൂടുതൽ ലാഹിറാവുന്ന ഫുഖഹാവ് പറഞ്ഞതിനാ അത്രയും കഴുകണം നിർബന്ധമാണെന്നുള്ള അർത്ഥത്തിനാണല്ലോ. വൈല്ല മെഹ്റുജി ഇല ലാഹിരി. ഇനി ആ ഹറജത്ത് റുത്തൂബത്ത് ഫർജി അല്ലെങ്കിൽ പെണ്ണിന്റെ റുത്തൂബത്തുൽ ഫർജ് ഖാരിജായതാണെങ്കിലും വലോ ഹറജത്ത് അതാണെങ്കിലും എന്നർത്ഥം. ഇതാക്കാനത്ത് മീൻ വറ ഇ മായിജിബു വസുലുഹു യഖീനൻ. അതപ്പോ ഇത് ബാത്തിനിൽ നിന്ന് വരണ്ടേ. അപ്പൊ ഈ റുത്തൂബത്തുൽ ഫർജ് അത് രണ്ട് ഇനമായി ഫുഖഹാ തിരിച്ചിട്ടുണ്ട്. റുത്തൂബത്തുൽ ഫർജ് എന്ന് പറഞ്ഞാൽ ഫർജിന്റെ നനവ് എന്നാ. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് എന്താണ് മദീയ് പുറപ്പെടും പോലെ വികാര എന്താണ് മൂർച്ച ഉണ്ടാകുന്ന സമയത്ത് പെണ്ണിന്റെ ആ എന്താ ഫർജിന്റെ ഭിത്തിയിൽ നിന്ന്, യോനി ഭിത്തിയിൽ നിന്ന് ആ ഉള്ളിലേക്ക് ദക്കർ പ്രവേശിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിന്റെ ദുഹൂല് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ പുറപ്പെടുന്ന ഒരു എന്താണ് വിയർപ്പ് പോലത്തെ ഒരു നനവാണ്, ഒരു ഇതാ. അത് ചിലർക്ക് കൂടുതലുണ്ടാവും, അത് പുറത്തേക്ക് ഒലിക്കുകയൊക്കെ ചെയ്യും. എന്താണ് മദനജലം എന്ന് പറയുന്ന സാധനമാണ് ഈ റുത്തൂബത്തുൽ ഫർജ് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ അത് എന്താണ് ഈ ഇരിക്കുമ്പോൾ ഇപ്പൊ കഴുകൽ നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും, അതിന്റെ ഉള്ളിലേക്കും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ പിന്നിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടാൽ മതിയാവും, ഓതുമുറിയും. ഖറജത്ത് റുത്തൂബത്ത് ഫർജിയ ഇതാക്കാനത്ത് മിൻ വറാഇ മാ യജിബു ഗസ്ലുഹു യഖീനൻ. അവിടുന്നാണെന്ന് ഉറപ്പ് വേണം, സംശയമായാലും ഓതുമുറിയൂല. വൈല്ല ഫല അങ്ങനെ അല്ലെങ്കിൽ യഖീനില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്നാണ് പിന്നിൽ നിന്നുള്ളതാണെന്നുള്ളത് യഖീനില്ലെങ്കിൽ
എന്ന് പറഞ്ഞാൽ സംശയമാണ്, അല്ലെങ്കിൽ അവിടുന്ന് അല്ലാന്ന് ഉറപ്പാണ്. ഈ രണ്ടായാലും ഫലം മുറിയൂല. അമ്മൽ മുഷ്കിലു എന്ന് പറഞ്ഞാൽ നേരത്തെ വാലിഹി എന്ന് പറഞ്ഞില്ലേ, മുത്തവല്ലിൻ അൽ മുത്തവല്ലിൽ ഹയ്യിൽ വാലിഹി. അതിന്റെ എന്താണ് മുഷ്കിലായ ആളാണെങ്കിലോ മുത്തവല്ലിയ ഹയ്യാണ്, മുത്തവല്ലിയുമാണ് ഹയ്യുമാണ്, പക്ഷെ വാലിഹായ ആളല്ല. എന്ത് വാലിഹാകുക എന്നാ? ലിംഗം വാലിഹാകുക എന്നാ? ആണാണോ പെണ്ണാണോ എന്നുള്ളത് വാലിഹാകുക. പിന്നെ ഫലാബുദ്ധമിൻ ഖുറൂജിഹി മിൻ ഫർജൈഹി. അപ്പൊ ആ മുഷ്കിലിന്റെ 2 ഫർജിൽ നിന്നും പുറപ്പെട്ടാലേ ഒതുമുറിയുള്ളൂ എന്നാ, ഇല്ലെങ്കിൽ ഒതുമുറിയൂല. അപ്പൊ 2 ഖുബുലിൽ നിന്നും പുറപ്പെടണം. അപ്പൊ അത് രണ്ടും അമൽ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ സിയാദത്തുള്ളതാവൂല. സിയാദത്തുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത്, പിന്നെ മുഷ്കിലല്ലല്ലോ, വാലിഹല്ലേ. മുഷ്കില് വാലിഹി എന്ന് പറഞ്ഞാല് 2 ഫർജും ഉണ്ട്, പക്ഷെ ഗർഭം ധരിച്ചു, എന്നാ പെണ്ണാൻ തീരുവാനായി. അല്ലെങ്കിൽ ഗർഭം ധരിപ്പിച്ചു, ഒരു പെണ്ണിനെ ഗർഭം ധരിപ്പിച്ചു. അപ്പൊ എന്താണ്, ഇവ 10 ചെയ്തിട്ടേ പെണ്ണിന് ഗർഭം ഉണ്ടായി, എന്നാ ഇവനാണാൻ തീരുവാനായി. അപ്പൊ അത് വാലിഹാണ്. പിന്നെ അപ്പൊ ഇവിടെ എന്താണ്, ഈ സയാമിസിരട്ടകളെ പോലെ ഒന്നിലധികം ലിംഗങ്ങൾ ഉണ്ടാകുന്നവരുടെ ഹുക്മ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, സിയാദത്ത് ഉറപ്പായാല്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താണ്, ഇപ്പോഴത്തെ ഈ പിന്നെ 3-ാം ലിംഗക്കാര് അവരുടെ മസല ഇപ്പൊ പറഞ്ഞല്ലോ, അതെല്ലാം ഫുഖഹ ഇങ്ങനെ ഓരോ അവസരങ്ങളിൽ ഫിഖിൽ ഒരു ബാബിൽ ഒരു ഭാഗത്തായിട്ടല്ല, എന്റെ മുനാസബത്ത് വരുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം കൂടി ഇങ്ങോട്ട് ജമ്മിയ മാത്രമുണ്ട്. പിന്നെ ഓരോ ബാബെന്ന് എടുത്തിട്ട് പിന്നെ ഔ ദുബിരിഹി, ഖുബുലിന്ന് അല്ലെങ്കിൽ ദുബിർന്ന്, കദ്ദമിൽ ഖാരിജ് ബിനൽ ബാസൂരി. ദുബിർന്ന് വരുന്ന ഇതുപോലെ പിന്നെ ബാസൂറിൽ നിന്ന് വരുന്ന രക്തം പോലെ, ബാസൂറിൽ നിന്ന് വരുന്ന രക്തമാണ്. വഹുവ ദാഖില ദുബിരി. ആ ബാസൂർ എവിടെ ഉള്ളത്? അത് ദുബറിന്റെ ഉള്ളില്. ഈ ബാസൂർ എന്ന് പറഞ്ഞത് അവിടെ ഉണ്ടാകുന്ന എന്താണ്, വ്രണമാണ്. അവിടെ ഉണ്ടാകുന്ന ഈ ചോരക്കുരു പോലത്തെ ചോരക്കുരുകളുണ്ടല്ലോ, അത് അവിടെ ഉണ്ടാകുന്ന ഒരു എന്താണ്, പരു ഗുരു എന്നൊക്കെ പറയുന്ന സാധനമാണ് ഈ ബാസൂർ എന്ന് പറഞ്ഞത്. അത് അവിടുത്തെ രോഗം എന്താണ്, പല രൂപത്തിലുണ്ട്. ലാ ഖാരിജഹു. അപ്പൊ ഈ ദുബറിന്റെ ഖാരിജിലല്ല, എന്താണ്, ദാഖിലാണ്. അപ്പോ എന്താണ്, അവിടുന്ന് പുറപ്പെട്ടാല് ഖാരിജി എന്ന് പറഞ്ഞാൽ ഈ ചന്തി മൂടുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ വിടരുകയും ചെയ്യും. ചിലപ്പോൾ എന്താണ്, ഉള്ളില് അങ്ങനെ പിന്നെ പഴുപ്പും എന്ന പോലെ ഈ വ്രണങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ പുറത്തും ഇതുപോലെ ചോരക്കരു ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്, എന്താണ്, ഇരിക്കുമ്പോൾ വിടരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ദ്വാരം തുടങ്ങുന്ന ഭാഗം, അവിടെയും ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് പുറപ്പെട്ടാലും അറിയില്ല, കാരണം അത് പുറത്താണല്ലോ. വക്കൽ ബാസൂരി നഫ്സിഹി എന്ന പോലെ തന്നെ ബാസൂർ തന്നെ ഉണ്ട് പുറത്തേക്ക് വന്നു. അത് ചിലപ്പോൾ എന്താണ്, ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തന്നെ ഉണ്ട് പുറത്തേക്ക് വരും. എന്നാലും എന്താവും, മുറിയും. ഇതാക്കാന സാബിത്തൻ ദാഖിലത് ദുബിരി. അത് ദാഖിലത് ദുബിരിൽ സാബിത്തൻ എന്റെ കിതാബിലുള്ളത്, നാബിത്തൻ നേരിക്കും. അത് ദാഖിലത് ദുബിറിലാണ് അത് മുളച്ചതെങ്കിലും അപ്പൊ അത് വളർന്ന് ഉണ്ടായതവിടെ നാബിത്തൻ, അത് ഉള്ളിലാണ്. പക്ഷെ എന്നിട്ട് അത് പുറത്തേക്ക് വന്നു എന്നാ. നാബിത്തൻ എന്ന് വേറെ നുസ്ഖയില്. പിന്നെ അപ്പൊ അങ്ങനെ നാബിത്താണെങ്കിലും നാബിത്താണ് ദാഖില ദുബിറിൽ, എന്നിട്ട് ഫഖർജ പുറത്തേക്ക് വന്നു. ഔ സാദ ഖുറൂജുഹു, അല്ലെങ്കിൽ അത് ഓതു കൊടുക്കുന്ന സമയത്ത് ഇവന് എന്താണ് കുറച്ച് പുറത്തേക്ക് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി അധികം പുറത്തേക്ക് വന്നു ഇപ്പോഴൊക്കെ. പിന്നെ മക്കാദത്ത് എന്ന് പറഞ്ഞാല് എന്താണ്, ദുബിർ തന്നെയാണല്ലോ. ആ മക്കാദത്തിൽ മസുഹൂരീന, ആര്, മസുഹൂർ എന്ന് പറഞ്ഞാല് സുഹാർ രോഗമുള്ള ആള് എന്നാ. സുഹാർ രോഗം എന്ന് പറഞ്ഞാൽ എന്താ, സുഹാർ രോഗം എന്ന് പറഞ്ഞാല് ഈ വയറ്റിളക്കം എന്ന് പറഞ്ഞ രോഗം ഉണ്ടല്ലോ, ഇസ്ഹാല്, അതാണെന്നും പറയുന്നുണ്ട്. അതല്ല, ഇങ്ങനെ എന്ത് ചെയ്യുക, മലത്തിന് പകരം രക്തവും കഫവും ഇങ്ങനെ മുറിഞ്ഞ് എന്താണ് പോകുന്ന വയറ്റിന്റെ ഒരു അസുഖമുണ്ട്, അതാണെന്നും പറയുന്നുണ്ട്. അപ്പൊ അതുണ്ടാകുമ്പോ എന്ത് ചെയ്യും, ചിലപ്പോ ഈ മലദ്വാരം തന്നെ പുറത്തേക്കാണ്ട് തള്ളി വരും. അതാ മക്കാദത്ത് എന്ന് പറഞ്ഞാൽ മലദ്വാരം. അവിടെ വേറെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ മുറിവും വ്രണവും കുരുവും എന്താണ് പരു അതൊന്നുമില്ല. പിന്നെ ഇത് തന്നെ പുറത്തേക്കാണ്ട് തള്ളി വരും. അതായത് ഈ
കയ്യൊറയില്ലേ, വിരലിനിടുന്ന ഉറയില്ലേ, അതിങ്ങനെ മറിക്കൂലേ എന്ന പോലെ അതിന് പുറത്തേക്ക് വരും. അത് ചില കുട്ടികൾക്ക് അങ്ങനെ രോഗം ഉണ്ടാവും. അത് അവരുടെ പേശിയൊക്കെ ബലം വെക്കുമ്പോൾ തനിയാണ്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതാണ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ. അതിന് ചികിത്സ അങ്ങനെ ഞാൻ ഒരാളിന് അങ്ങനെ അസുഖം ഉണ്ടായിട്ട്, ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടായിട്ട് കുറേ ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ അവസാനം ഒരു ഡോക്ടർ പറഞ്ഞ് അത് എന്ത് ചെയ്യും, ഇങ്ങനെ പേശിയൊക്കെ ബലം വെക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും, കുറച്ച് വലുതാവുമ്പോൾ. വലുതായിട്ട് മാറിയില്ലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇബ്നു സീനൻ്റെ കിതാബ് നോക്കി. ഇബ്നു സീനൻ്റെ അൽ ഖാനൂൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ആളാണല്ലോ തിബില്. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചികിത്സ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ പല ഡോക്ടർമാർക്കും ചികിത്സകർക്കും എന്തറിയുന്നില്ല, അതറിയുന്നില്ല. അയാൾ അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള ചികിത്സ, അതൊരു ഉള്ളിൽ നിന്ന് കെട്ടുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ചികിത്സ ഉണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാന്നല്ല, ഇപ്പോൾ പിന്നെ എല്ലാം മുറിച്ചിടലാണല്ലോ. അപ്പോൾ അതല്ലാത്ത ചികിത്സ അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി അത് വായിച്ചപ്പോൾ. പിന്നെ വക്ക മക്കാദത്തിൽ മസുഹൂരി ഇതാ ഖറജത്ത് ഫലവ് തവല്ല ആ ഹാല ഖുറൂജി. പിന്നെ അപ്പോൾ ആ മക്കാദത്ത് പുറത്തേക്ക് വന്നാൽ എന്ന് പറഞ്ഞു. പിന്നെ ഫലവ് തവല്ല ആ ഹാല ഖുറൂജിഹ. അപ്പം ആ മക്കാദത്ത് പുറത്തേക്ക് തള്ളിയിരിക്കുമ്പോൾ ഇയാൾ ഒന്നുണ്ടാക്കി. മക്കാദത്താണല്ലോ പറഞ്ഞത്, അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുമ്പോൾ ഒന്നുണ്ടാക്കി. സുമ്മാ അത് ഖല, പിന്നെ അതിന് ഇവൻ എന്ത് ചെയ്ത് വിരലുകൊണ്ട് തള്ളിക്കയറ്റി. എന്നാൽ അമ്മ എന്തൊക്കെ ഒന്നും അറിയില്ല, കാരണം ഉള്ളിലേക്ക് പോയാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ. വൈനിത്തക്ക അലൈഹ, അതിൻ്റെ മേലെന്താണ് ഇവൻ ഭാരം കൊടുത്തു. തള്ളിയാലും ശരി, കുത്തനത്ത് പഞ്ഞിയോ തുണിയോ അതുപോലത്തെ കൊണ്ട് തള്ളിയിട്ടാണ് കയറ്റി, എന്നാലും ഒന്നും അറിയില്ല. ഹത്താ ദഖലത്ത്, ആ ഇത്തിക്ക ഏതുവരെ, അത് ഉള്ളിലേക്ക് പോകുന്നവരെ, ആ മക്കാദത്തുള്ളിലേക്ക് പോകുന്നവരവന് ഭാരം കൊടുത്തിട്ട്, ഇത്തിക്ക എന്ന് പറഞ്ഞാൽ അമർത്തിയിട്ടാണ് എന്ത് ചെയ്തത്, ഉള്ളിലേക്കാക്കി, എന്നാലും ഒന്നും അറിയില്ല. വല വിംഫസല അല തിൽക്കൽ കുത്തനത്ത് ഷെയ്ഉം മിൻഹ, ആ മക്കാദത്തിൽ നിന്ന് ചിലപ്പോൾ എന്താണ് അവിടെ മലത്തിന്റെ അംശമോ അല്ലെങ്കിൽ രക്തമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുത്തനത്തിൽ മുൻഫസിലായിട്ടുണ്ട്. എന്നാലും അതായത് ഇങ്ങനെ തള്ളിക്കയറ്റി തുണിയുണ്ട് അല്ലെങ്കിൽ പഞ്ഞിയുണ്ട്, ഉന്നം എന്നല്ലേ ചിലർ കുത്തനത്തിന് പറയാം. അപ്പോൾ അതുകൊണ്ട് തള്ളിക്കയറ്റി. എന്നിട്ട് ഇത് നോക്കുമ്പോൾ അതിൽ രക്തത്തിന്റെ എന്താണ് അല്ലെങ്കിൽ പഴുപ്പിന്റെ അങ്ങനെ എന്തൊക്കെ അല്ലെങ്കിൽ മലത്തിന്റെ അംശമൊക്കെ ഉണ്ട്, എന്നാലും ഒന്നും അറിയില്ല. കാരണം എന്താ, മിൻഹ എന്ന് പറഞ്ഞ മക്കാദത്തിൽ നിന്ന് ഇമേൽ മുമ്പസിലായി ഹുറൂജിഹി, ആ ഷെയ് ഖാരിജായത് ഹാല ഹുറൂജിഹ, മക്കാദത്ത് പുറത്തുണ്ടാവുമ്പോഴാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ, ഇതങ്ങനെയല്ല. ആ മക്കാദത്ത് പുറത്തുണ്ടാവുമ്പോഴാണ് അതിൽ നിന്ന് ഇത് മുമ്പസിലായത്. അല്ലാതെ ഈ പഞ്ഞി ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്തതല്ല, അല്ലെങ്കിൽ കുത്തനത്തുള്ളിൽ പോയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലല്ലോ. അതെ, കുത്തനത്തുള്ളിൽ പോയിട്ടില്ല. ഇനി ബാഹിസു ബഅലിഹിം മൻ നഖല ബിമാ ഖറജ മിൻ ഹലാബി ഖുറൂജിഹ, അതായത് ഈ മഖഅദത്ത് ഉറപ്പെട്ടാല് എന്തില്ല, ഒളു മുറിയില്ല എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു സംഗതി ഉറപ്പെട്ടാലാണ് ഒളു മുറിയ. ഇങ്ങനെ ചിലർ തഫ്സീലാക്കിയിട്ടുണ്ട്. അത് ലൈഫ എന്നാ പറയുന്നത്. ബാഹിസു ബഅലിഹിം അൻ നഖലിനെ ബാസ് ചെയ്തു. ബിമാ ഒന്നുകൊണ്ട് നഖലുണ്ടാവും, ഖറജ മിൻഹ ആ മഖഅദത്തിൽ നിന്ന് ഖാരിജാകുന്ന ഒന്നുകൊണ്ട് നഖലുണ്ടാവും. എന്തില്ല, ആബി ഖുറൂജി, ആ മഖഅദത്ത് തന്നെ പുറപ്പെടുന്നു നമ്മൾ മുറിയുന്നാണല്ലോ. ഈ അന്നഹ ബാത്തിൻ, എന്താ അത് ദുബറിന്റെ ബാത്തിനാണ്. അപ്പൊ ദുബർ പുറത്തേക്ക് വന്നാല് ഒതു മുറിയില്ല എന്ന് അവർ പറയുന്നത്. ദുബറിന്റെ ഉള്ളിൽ നിന്ന്, അതായത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ദുബറിലൂടെ ഒരു വസ്തു പുറപ്പെടണം. ഇത് ദുബർ നേരെ പുറത്തേക്ക് വന്നാൽ ഇങ്ങനെ ബാക്കി, എന്നിട്ട് പിന്നെ ആ ബസ്സിന്റെ ബാക്കി തന്നെയാണ് ഫൈൻ റദ്ദഹ, ആ റദ്ദിന്റെ സമയത്ത് പുറത്തേക്ക് വന്നാൽ അങ്ങനെ മുറിയില്ല. ഇനി ആ മക്കാദത്തിന് പുറത്തേക്ക് വന്നിട്ട് റദ്ദ് ചെയ്തു. ഫൈൻ റദ്ദഹ ബാത്തിനി കപ്പി, ഇവന്റെ കപ്പിന്റെ ഉൾഭാഗം കൊണ്ടല്ലാതെ മറ്റൊരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്തു, റദ്ദ് ചെയ്തു. ആ മക്കാദത്തിന് ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. ഫൈൻ കൊല്ല, അപ്പൊ നമ്മൾ പറഞ്ഞാൽ ലാ യുഫ്തിറു ബിറദ്ദിഹ, അതിനെ മക്കാദത്തിന് ഉള്ളിലേക്ക് മടക്കിയാൽ നോമ്പുറിയുമല്ലേ, അവിടെ മസല അസഹസാനിയായ ഖിലാഫുണ്ട്. അപ്പൊ മുറിയില്ല എന്ന ഐ വഹുവല്ല അസഹതാണ് അത് പറഞ്ഞാൽ കമാത് ഏറ്റി ചേട്ടൻ വരുന്ന പോലെ ഇപ്പൊ മുഹത്തമലും. അപ്പൊ അത് എന്താണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കരീബാണ് ഒതു മുറിയാതിരിക്കുക എന്നുള്ളത്. നോമ്പ് മുറിയില്ല എന്നുണ്ടെങ്കിൽ ഒതു മുറിയാതിരിക്കല് അത് മുഹത്തമലാണ് എന്നറിഞ്ഞത് വാക്കയിനോട് യോജിച്ചതാണ് എന്നവിടെ ഷെർവാനി അർത്ഥം പറഞ്ഞു. മുത്താബിക്കുള്ളിൽ വാക്കയി അത് തന്നെ തർജിയാക്കിയതാണ്. വൈൻകുൽന യുഫ്തിറു,
അല്ല നോമ്പ് മുറിയെന്ന് പറയുന്നെങ്കിൽ നക്കലത്ത് അപ്പോൾ ഒതു മുറിയുകയും ചെയ്യും. അപ്പൊ അവിടുത്തെ അസംവിധാനിയായ ഖിലാഫിന്റെ മേലെ എടുത്തിട്ട് ഇവിടെ ആ നോമ്പ് മുറിയുന്നതിൽ അതെടുത്തിട്ട് ഇവിടെ എന്താണ് ഒതു മുറിയല്ലേ എന്നുള്ളത് രണ്ടഭിപ്രായം. ലഈഫുൻ, ഈ ബഹ്സാകുന്നത് ലഈഫാണ്. ബല്ലാ വജ്ഹലഹു, ലഈഫാന്ന് മാത്രമല്ല അതിന് വജൂല്ല. അതെന്താ അത് ഉറപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ? ബാത്തിന് ദുബറിലൂടെ പുറത്തേക്ക് വരില്ലേ? നമ്മൾ പറയുന്ന ദുബർ എന്ന് പറഞ്ഞാൽ ഹൽക്കത്ത് ദുബർ എന്ന് പറഞ്ഞാൽ ദാരത്തിന്റെ തുടക്കം. അതിന്റെ അപ്പുറത്തുള്ള ഒരു സാധനം പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതാണെങ്കിലും ശരിയെന്ന് അതിന്റെ അർത്ഥം. അതാ ലാവജിഹലഹൂല ലൈഫ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് വരില്ല. ഒരു തെളിവില്ല. വദാലിക്കൽ ഇന്നസ്യ അലൽ ഗായിത്തി. അതിന് വദാലിക്കാന്ന് പറഞ്ഞ ഏതാ? അഹദുഹാ ഖുറൂജു ഷൈഇൻ എന്ന് പറഞ്ഞില്ലേ? ഖുബുലിഹി ഔ ദുബുലിഹി അങ്ങനല്ലേ പറഞ്ഞേ? അതെ, ഖുറൂജു ഷൈഇൻ ഖുബുലിഹി ഔ ദുബുലിഹി. അതിന് തെളിവ് പറയുന്നു. തെളിവ് ഇപ്പോഴാ പറയുന്നത് വദാലിക്ക. അപ്പൊ ഇത് ഇഷാറത്ത് കുറെ അപ്പുറത്ത്, 2 പേപ്പർ അപ്പുറത്തേക്ക് മടങ്ങാം. ലിന്നസ്സി അലൽ ഗായിത്തി വൽ ബൗലി വൽ മദീ വൽ റീഹി. ഇത് 4ലും എന്താണ് നസ്സ് ഹദീസ് വന്നിട്ടുണ്ട്. ആയത്തും ചിലതിലായത്തും ഉണ്ടല്ലോ. പിന്നെ വഖീസ ബിഹ കുല്ലു ഖാരിജിൻ, അതിനോടെന്ത് ഖിയാസാക്കിയതാണ് എല്ലാ ഖാരിജും. അതാ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജുസ്ഇയ്യാത്തിന്റെ മേൽ ഖിയാസാക്കിയിട്ടുണ്ട് പലതും. അപ്പൊ ഇവിടെ നസ്സ് ആയത്തും ബൗലും മദിയും രീഹുവേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിന്റെ മേൽ ഖിയാസാണ്. ജുസ്ഇയ്യാത്തിന്റെ മേൽ ബാക്കി ഖിയാസാക്കിയല്ല. ഇല്ലൽ മനിയ, മനീയൽ മുത്തവല്ലീന്റെ മനീയൊഴിച്ച്